തിരുവനന്തപുരം നേമത്ത് പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ച കേസിൽ അക്യുപങ്ചർ ചികിത്സകൻ ഷിഹാബുദ്ദീൻ അറസ്റ്റിൽ. നേമ പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇയാളെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. ഹരിമോഹനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഹരി, ഈ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാതിരുന്നതിന് പിന്നിൽ ഷിഹാബുദ്ദീന്റെ കൂടെ ഇടപെടലുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതേ തുടർന്നാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ കോടതിയിൽ അല്പസമയത്തിനകം തന്നെ ഹാജരാക്കും. മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും? ജിൽസി, പ്രധാനമായിട്ടും പോലീസ് ഉദ്ദേശിക്കുന്നത് ഈ രണ്ടുപേരെയും, അതായത് നയാസിനെയും ഷിഹാബുദ്ദീനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. തൽക്കാലം നയാസിനെ കിട്ടിയിരിക്കുന്നത് നാളെ വൈകുന്നേരം വരെയാണ് കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഷിഹാബുദ്ദീന്റെ അറസ്റ്റും രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഷിഹാബുദ്ദീനെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് ഒരു ദിവസം പോലീസ് ആലോചിക്കുന്നത്. ഈ ഒരു ദിവസം കൊണ്ട് സാധിച്ചില്ലെങ്കിൽ നയാസിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യും. എന്തായാലും ഷിഹാബുദ്ദീനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. ഈ യുവതിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാതിരുന്നതിൽ ഷിഹാബുദ്ദീനുള്ള പങ്ക് മാത്രമല്ല, ഷിഹാബുദ്ദീന്റെ പശ്ചാത്തലം കൂടി പോലീസ് ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും പോലീസ് കണക്കിലെടുക്കുന്നത് മുൻപൊരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് ഈ അക്യുപങ്ചർ വ്യാജ ചികിത്സയുമായി ബന്ധപ്പെട്ട് അതിൽ ഷിഹാബുദ്ദീന്റെ പേരും പറഞ്ഞു കേട്ടിരുന്നു. പക്ഷെ അന്ന് നടപടികളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത്തരത്തിൽ വ്യാജ ചികിത്സകനാണോ ഈ ഷിഹാബുദ്ദീൻ എന്നുള്ള കാര്യത്തിൽ പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ കൂടി ഷിഹാബുദ്ദീന്റെ എതിരെ ഉണ്ടാവും. അത്തരത്തിൽ കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെടും. എന്തായാലും രണ്ടുപേർക്കും വളരെ കൃത്യമായി കേസിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം പോലീസിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് രണ്ടുപേരെയും ഒന്നും രണ്ടും പ്രതികളാക്കിക്കൊണ്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും കൂടി പോലീസ് ആലോചിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും അല്ലാതെ നയാസിന്റെ ആദ്യ ഭാര്യ, അതുപോലെ ആദ്യ ഭാര്യയിൽ ഉണ്ടായിരുന്ന മകൾ, ഈ മകള് അക്യുപങ്ചർ ചികിത്സ പഠിക്കുന്ന വിദ്യാർത്ഥി കൂടിയാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരെ കൂടി പോലീസ് ചോദ്യം ചെയ്യാനായി ഉദ്ദേശിക്കുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും മൊഴികൾ പരിശോധിച്ച ശേഷമായിരിക്കും അവരെ രണ്ടുപേരെയും കൂടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക. ജിൽസി.